ഒറ്റ വഴി, ഫരീഖും ഫിൽ ജന്ന. ഈ സെൻട്രൽ വഴിയും കടച്ചു. ഫണ്ടോട് കയറിയിരുന്നു. എല്ലാവരും സെൻട്രൽ വഴിയൊക്കെ അടച്ചാറ്. ഈ വഴി അടച്ചാറ്. ഇവിടെ ആരും ഇറങ്ങി പോകാനില്ല. ഇങ്ങനെയുടെ മക്കളെ ചങ്ങായി എല്ലാരും കയറിക്കോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പണ്ടൊരു പനി വന്നു. ഒരു ഗ്ലാസ് വെള്ളം ഓതണമെങ്കിൽ ഉസ്താദിന്റെ അടുക്ക പോകണം. പോണോ വേണ്ടേ? ഒരു ചരട് ഓതണമെങ്കിൽ എവിടെ പോകണം? ഈ അടുത്ത സമയത്ത് ഞാൻ രാവിലെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാൾക്ക് സുഖമില്ലാത്തത് കാരണം കാണാൻ പോയി. രാവിലെ ഞാൻ അവിടെ ഇങ്ങനെ പോയപ്പോ അയൽവാസിയായ താത്ത ഓടി വന്നിട്ട് പറയുന്നു, എന്റെ ആട് വെള്ളം കുടിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം ഇങ്ങ് തരാൻ. എന്റെ ആട് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം തരാൻ പറഞ്ഞു. ഈ താത്ത അകത്ത് പോയിട്ട് ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഈ താത്ത കൊണ്ടുപോയി. എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്താണ്? അത് രാവിലെ സലാത്ത് മജ്ലിസ് ഓൺലൈനിലൂടെ ഇരുന്ന് ഓതിയ വെള്ളമാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദന്മാരുടെ പണി പോയി. ഇവര് തന്നെ രാവിലെ ഏതെങ്കിലും എടോ വഴുത് കേൾക്കുന്നതൊക്കെ നല്ലത് കാര്യം ഇല്ല. എന്റെ വഴുതാണെങ്കിലും കേൾക്കാൻ പാടില്ല. ഞാൻ ഈ രാമനാട്ടുകാരെ വഴുതിന് പോയപ്പോ ഒരു പിതാവ് എന്നെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ ആ പ്രസംഗിക്കണ ചങ്ങാതിയല്ലേ? ഞാൻ പറഞ്ഞു അതെ. എന്റെ പൊന്നാര ഉസ്താദ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഈ സാധു രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് നടന്നുപോയ പുണ്യം കൂടുതലാണെന്ന് പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ഈ വാപ്പ നടന്ന പള്ളിയിൽ പോണേ. സുബഹിക്ക് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പള്ളിയിൽ പോയി നിസ്കരിക്കും. ഹജ്ജിന്റെ കൂലി വേണമല്ലോ, ഉംറയുടെ കൂലി വേണം. എല്ലാരും പോയാൽ ഈ പാവ അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം അവിടെ ഇരുന്ന് ദിക്റും ദുആയും ചെയ്ത് ഉംറയുടെ കൂലിയും വാങ്ങിച്ചിട്ട് നടന്നാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഈ പാപം വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇത്തിരി ചായ ഇട്ട് തരാൻ. പള്ളിയിൽ ക്ഷീണിച്ചു പോയതല്ലേ, നടന്നു പോയതല്ലേ. ഭർത്താവ് പറഞ്ഞു ഇത്തിരി ചായ ഇട്ട് തരാൻ. ഭാര്യ പറയാ, ഞാൻ മജ്ലിസിൽ ഇരിക്കുക, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളോടെങ്ങാണ് അങ്ങനെ പറഞ്ഞുള്ള അവസ്ഥ. അല്ലാഹു ഭാര്യക്ക് ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഇന്നത്തെ വയലുകൾ അങ്ങനെ ആയി പോയി. ഇപ്പൊ ഇരിക്കണ ഈ മറയ്ക്കപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങളെ പോയി നോക്കിക്കേ. ഫർദയിട്ട് ഹിജാബിട്ട് തല മറച്ച് അദബ് മര്യാദയായി ഇങ്ങനെ ഇരുന്ന് വഴുത് വെക്കും. എന്നാൽ നിങ്ങൾ വീട്ടിൽ പോയി നോക്കിക്കേ. രാവിലെ ഇതങ്ങോട്ട് ഓണാക്കി ചരിവത്തിലോട്ട് ചാരി വെക്കും. എന്നിട്ട് ഇവരിങ്ങനെ പച്ചക്കറി അരിയും, ചായ വെക്കും, പാത്രം കഴിയും, വഴുതും നടക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതതിനെ കളിയാക്കുന്നതിന് തുല്യമാ. ഞാൻ പറയുന്നത് അങ്ങനെയൊന്നും വഴുത് വെക്കേണ്ട കാര്യമില്ല. സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം. ഇൽമതാ. അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വഴുത് പറഞ്ഞിട്ട് നന്നാകുന്നില്ലടോ മനുഷ്യൻ. ഭയമില്ല, ദീനില്ല. ദീൻ പഠിക്കുവാനോ മനസ്സിലാക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല. എത്ര പറഞ്ഞാലും ഒരു മാറ്റമില്ല ഉസ്താദെ. ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ. ഇത് ഇന്നത്തെ കുട്ടികളുടെ ഒരു കൺസെപ്റ്റ് തന്നെ. ഇതൊക്കെ മാറണം സഹോദരങ്ങളെ. ദീൻ പഠിക്കണം, ദീനുമായി ബന്ധപ്പെടണം, സ്വന്തം ആദ്യം നന്നാകണം. ഒരാൾ നന്നാകേണ്ടത് ആദ്യം നമ്മൾ നന്നാകണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ. ആദ്യം നമ്മൾ നന്നാകണം, പിന്നെ നമ്മുടെ ഭാര്യ നന്നാക്കണം, പിന്നെ നമ്മുടെ മക്കളെ നന്നാക്കണം. എപ്പോഴും ദീൻ വേണം നമുക്ക് വേണ്ടത്. ഈ പെണ്ണുങ്ങൾ ചോദിക്കും, സിറാജ് ഉസ്താദെ, നിങ്ങൾ ഏത് പ്രവാചകന്മാർ വഹദ് പറഞ്ഞാലും ഞങ്ങളെ പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം പറയുമല്ലോ. ഇവർ വിചാരിക്കുന്നത് നമുക്ക് അവരോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്ന്. ഒന്നുമല്ല. ഏറ്റവും കൂടുതൽ വഹദ് കേൾക്കുന്നത് പെണ്ണുങ്ങളാ, ഏറ്റവും കൂടുതൽ പിരിവ് തരുന്നതും പെണ്ണുങ്ങളാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവർ ഏറ്റവും കൂടുതൽ, ഞാൻ പറയുന്നത് പെണ്ണുങ്ങളോട് ഞങ്ങൾക്ക് വൈരാഗ്യമോ ദേഷ്യം ഒന്നുമില്ല. പക്ഷെ പെണ്ണുങ്ങളെ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. കാരണം പെണ്ണുങ്ങൾ നന്നായേ പറ്റൂ. പെണ്ണുങ്ങളെ നന്നാകണം. എന്തുകൊണ്ട്? പെണ്ണുങ്ങൾ നന്നായാലുള്ള പ്രയോജനം എന്താ? പെണ്ണ് നന്നായ നമ്മുടെ വീട് സ്വർഗമാകും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. ആമീൻ പറ കാക്ക, ആമീൻ പറ കാക്ക. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. പാപ്പ, നീ എത്ര കൊലകൊമ്പനാണെന്ന് പറഞ്ഞാലും, നീ ഹാജി ആരോ തങ്ങളോ മലക്കോ ആരുമായാലും, നിന്റെ പെണ്ണുമ്പുള്ള നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം പോക്ക. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇനി നീ എത്ര വലിയ കുത്തുബുൽ കത്താബാണെങ്കിലും നിന്റെ പെണ്ണുമ്പുള്ള നല്ലവളല്ലെങ്കിൽ നിന്റെ കാര്യം വളരെ കഷ്ടമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയാണ് ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. കൂട്ടുകാരൻ നൂഹിന്റെ പേരല്ല ഞാൻ പറഞ്ഞ, ഒരു പ്രവാചകന്റെ പേരാ പറഞ്ഞ. മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം എത്ര വർഷം ദഅവത്ത് നടത്തി? 950 കൊല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹയെ കുറിച്ച് പറഞ്ഞ പ്രവാചകനാ നൂഹ് നബി. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? പറ, വിശ്വസിച്ചോ? ഇല്ല. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. തന്റെ പൊന്നാര മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാകുമ്പോ നൂഹ് നബി വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, അള്ളാടെ അദാബാടാ, പാപ്പ പറയുന്നത് അനുസരിക്കടാ, ഇന്ന് രക്ഷയൊന്നുമില്ല. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ, ഉപ്പാടെ പൊന്നുമോനി കപ്പലിൽ കയറി നമുക്ക് രക്ഷപ്പെടാം. പാപ്പാടെ പണി നോക്കിക്കൊള്ളാം.
ആ മോൻ പറഞ്ഞ മറുപടി, ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും, ഉപ്പാടെ പണി നോക്കിക്കൊള്ളാൻ. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് മുങ്ങി മരിച്ചടോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആര്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ. എന്തുകൊണ്ട്? ഭാര്യ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവളായിരുന്നു. 2 ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ലൂത്ത് നബി അലൈഹിസ്സലാമും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ അള്ളാഹിനെ വിശ്വാസം ഇല്ലാത്തവളായി പോയി, മക്കളും പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് പ്രവാചകന്മാരുടെ ചരിത്രമാണ്. അപ്പൊ നമ്മളോ? പാപ്പ നീ വലിയ ആളായിരിക്കും, നിസ്കാരവും നോമ്പും ദുഃഖറും ദ്വായൊക്കെ. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയെ? ആമിനയുടെ കയ്യിൽ. ആമിന നല്ലവളല്ലെങ്കിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് സഹോദരിമാരെ, അതുകൊണ്ടാണ് ഞങ്ങൾ സഹോദരിമാരെ കുറിച്ച് പറയുന്നത്, അല്ലാതെ വാശിയും വൈരാഗ്യമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, അതുകൊണ്ട് ഏത് നിക്കാഹിൽ പോകുമ്പോഴും കേൾക്കുന്ന ഒരു വാചകം, തുൽഖഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ. മോനെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരാ, എല്ലാവരോടും ഉസ്താദന്മാര് പറയുന്നത്, സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല, ദീനിനെ നീ പരിഗണിക്കുക. 4 കാര്യം എണ്ണി പറയും. എന്നിട്ട് അവസാനം പറയുന്നത്, സമ്പത്തിനും സൗന്ദര്യത്തിനും കുടുംബ മഹിമയ്ക്കുമല്ല നീ സ്ഥാനം കൊടുക്കേണ്ടത്, കെട്ടുന്ന പെണ്ണിന് ദീനുണ്ടോ എന്ന് നോക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദീനിനെ പരിഗണിക്കാൻ പറയുന്നത്? എടോ, ദീനുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കേണ്ടത്. ദീനുള്ളിടത്താണ് വിവാഹം കഴിക്കേണ്ടത്. ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്. സൗന്ദര്യമല്ല, സമ്പത്തല്ല, കുടുംബ മഹിമയല്ല, ഹൃദയത്തിനകത്ത് അള്ളയുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ. ഒരു ഉദാഹരണം പറയട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോ ഉമർ തങ്ങൾ രാത്രിയിൽ ഇറങ്ങി നടക്കാറുണ്ട്. ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോ രാത്രി ജനങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കും. ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുന്നു. ഉമ്മയും മകളും കൂടെ വഴക്ക് കൂടുന്നു. ഒളിഞ്ഞു നോക്കിയതൊന്നുമല്ല, നടന്നു പോകുന്ന വഴിയിൽ ബഹളം കേട്ടപ്പോ ഉമർ തങ്ങൾ ഒന്ന് നിന്നു. എന്താ പ്രശ്നമെന്നറിയാൻ. അപ്പൊ ഉമ്മ മകളോട് പറയുന്നു, പാലിൽ വെള്ളം കലർത്തടി. പാലിനകത്ത് വെള്ളം ഒഴിക്കാൻ ഉമ്മ പറയാ. അപ്പൊ ഈ മകള് പറഞ്ഞു, ഞാൻ ചെയ്യൂല, ഇത് പാപവാ, ഇത് ചതിയാ, ഞാൻ ചെയ്യൂല. ഉമ്മ പറഞ്ഞു, നിന്നോട് ഞാനാ പറയണ, പാലിൽ വെള്ളം കലർത്തിക്കോ മര്യാദയ്ക്ക്. അപ്പൊ ഈ മകൾ ഉമ്മച്ചിയോട് പറയുന്നു, ഉമ്മ, ഉമറാണ് രാജ്യം ഭരിക്കുന്നത്. ഖലീഫ ഉമറങ്ങാനും ഈ പാലിൽ വെള്ളം ഒഴിക്കുന്നത് അറിഞ്ഞ നമ്മളെ 2 എണ്ണത്തിനെയും വെറുതെ വിടൂല. അപ്പൊ ഈ ഉമ്മ മകളോട് പറയാ, ഉമർ എങ്ങനെ കാണാനാ, വീട്ടിൽ കിടന്ന് ഉറങ്ങാ ചങ്ങാതി. ഉമർ വീടിനകത്ത് കിടന്ന് ഉറങ്ങാ. ഖലീഫ ഉമർ ഇപ്പൊ നീ വെള്ളം ഒഴിക്കാൻ കാണാൻ പറയാ, ഓ വീടിനകത്ത് കിടന്ന് ഉറങ്ങാ, ഒടിക്കടി വെള്ളം. ഉമ്മ മകളോട് നിർബന്ധിക്കുമ്പോ ആ പൊന്നു മകൾ ഉമ്മച്ചിയോട് പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മ, ഉമർ കാണുന്നില്ലായിരിക്കും, ഖലീഫ ഉമർ ഉറങ്ങുകയായിരിക്കും, പക്ഷെ അല്ല ഉറങ്ങുന്നില്ല ഉമ്മ, പടച്ച റബ്ബ് കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ ചെയ്യൂല. ഉമ്മ, അല്ല കാണുന്നുണ്ട് ഉമ്മ, ഞാൻ ഒഴിക്കില്ല ഉമ്മ. പടച്ചവന് ഉമർ തങ്ങളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. ഉമർ തങ്ങൾ ആ വീടിന് അടയാളം വെച്ച് വീട്ടിലേക്ക് പോയി. സുബഹി നമസ്കാരം കഴിഞ്ഞു. ഒരാളോട് പറഞ്ഞു ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിക്കാൻ. അങ്ങനെ ആ വീട്ടിലേക്ക് ഒരാൾ വന്നു. പടച്ചവനെ, ആ പെൺകുട്ടി യതീമാണ്, വാപ്പയില്ല. ഉമ്മയാണെങ്കിൽ അള്ളാഹുവിനെ പേടിയുള്ള ഉമ്മയാ, അവര് പാപങ്ങളാ. ഈ ഉമ്മ എന്തുകൊണ്ടാണ് പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞത്? ഒരൊട്ടകമുണ്ട്, ആ ഒട്ടകത്തിന്റെ പാല് കൊണ്ടാണ് ഈ കുടുംബം ജീവിക്കുന്നത് തന്നെ. ഒരാഴ്ചയായിട്ട് ഒട്ടകത്തിന്റെ പാലില്ലാത്തത് കാരണം ആ വീട് മുഴുവനും പട്ടിണിയിലാടോ. അങ്ങനെ ഇരുന്നപ്പോഴാ ഒരു ദിവസം ഇത്തിരി പാല് കിട്ടി. ഉമ്മ പറഞ്ഞു, മോളെ, ഒരാഴ്ചയായി വല്ലതും കഴിച്ചിട്ട് ഈ പാലിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ, നീ ഒഴിക്ക്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഉമ്മ പറഞ്ഞതാ. വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഉമ്മ പറഞ്ഞതാ, ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്ക്, എന്തെങ്കിലും തിന്നാൻ കിട്ടും. അപ്പോഴാണ് ആ മോള് പറയുന്നത്, അല്ല കാണുന്നുണ്ടെന്ന്. നിങ്ങൾക്കറിയോ ചരിത്രം? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേരെ വീട്ടിലേക്ക് ചെന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ. വീട്ടിൽ ചെന്നിട്ട് 2 ആമക്കളെയും വിളിച്ചു. ആൺകുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, സൗന്ദര്യമില്ല, സമ്പത്തില്ല, വലിയ തറവാടൊന്നുമില്ല, ഒരു യതീമായ മോളുണ്ട്. അള്ളാഹുണ്ടടാ അവളുടെ ഹൃദയത്തിൽ. പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ. എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായമായത് കാരണം പറ്റൂല. മക്കളെ, നിങ്ങൾ ആരെങ്കിലും കല്യാണം കഴിക്കോ? ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി സ്വന്തം മകനോട് ചോദിക്കുന്നു, ഒരു യതീമായ പെൺകുട്ടിയുണ്ട്, കല്യാണം കഴിക്കോ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം. അങ്ങനെ വിവാഹം കഴിച്ചു. ഇത് ദീനിനാണ് പരിഗണന കൊടുക്കേണ്ടത്. അങ്ങനെ പരിഗണന കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, 2ാമൻ ഉമർ എന്നറിയപ്പെടുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. കരയുമടാ ചെറുപ്പക്കാരാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രം വായിച്ചാ നമ്മുടെ കണ്ണ് നിറയുമല്ലോ. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് മരണമെടുത്തെന്ന് മനസ്സിലായി. തന്റെ മരണമെടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ച് റെഡിയായി നേരെ റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. തന്റെ പ്രിയതമയെ അടുത്ത് വിളിക്കുകയാണ്. ഫാത്തിമ,
മരണമടുത്തിരിക്കുന്നു ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ടവളോട് പൊരുത്തം ചോദിക്കുകയാണ്, യാത്ര പറയുകയാണ്, വസിയത്തുകൾ ചെയ്യുകയാണ്. രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഫാത്തിമ നിന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുന്നു, ഫാത്തിമ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഫാത്തിമ? ഫാത്തിമ നിന്ന് കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, ഫാത്തിമ എങ്കിലും വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ പറഞ്ഞു, ഞാൻ ഇറങ്ങൂല, അവസാന സമയമാണ്, നിങ്ങളുടെ കൂടെ നിൽക്കാൻ കിട്ടുന്ന അവസരമാണ്, നിങ്ങൾ മരണമെടുത്തിരിക്കുകയാണ്, ഈ സക്കറാത്തിന്റെ അവസ്ഥയിൽ എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ. ഫാത്തിമ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ, എന്റെ കൂട്ടുകാര് വരുന്നു ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ, വെളിയിലിറങ്ങു ഫാത്തിമ. മനസ്സില്ല മനസ്സോടെ ഫാത്തിമ റൂമിന്റെ വെളിയിലിറങ്ങി വാതിലടയ്ക്കുകയാണ്. സമാധാനമില്ലടോ. ഭർത്താവ് റൂമിന്റെ അകത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഭാര്യ പുറത്തു നിൽക്കാൻ കഴിയുന്നില്ല, സമാധാനമില്ല. എന്റെ ഭർത്താവിനെ കാണാൻ വരുന്നതാരാ? അല്ലാ. ഫാത്തിമയ്ക്ക് ടെൻഷനായടോ. അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുന്നത് എന്തെന്നറിയോ? മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന്റെ റൂമിലേക്ക് ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായീലിനോട് സലാം പറയുകയാണ്. തന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിനോട് സലാം പറയുകയാണ്. വാസ്റായീൽ, വാസ്റായീൽ. പടച്ചവൻ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് തന്റെ ഭർത്താവിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. പടച്ചവനെ, എന്താണ് തന്റെ ഭർത്താവ് ചെയ്യുന്നതെന്ന് നോക്കാ. വാതിലിന്റെ പഴുതിലൂടെ നോക്കുമ്പോ ഖുർആൻ ഓതുന്നടാ ചെറുപ്പക്കാരാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ഏത് സമയത്തെന്നറിയോ? ഏത് സമയത്തെന്നറിയോ? അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വന്ന സമയത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഏതായത്താ ഓതിയത്? സാധാരണ ആയത്തല്ല. ഏതായത്താ ഓതിയതെന്നറിയോ? വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നത് എന്തെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയതമയോട് പറയുകയാ, തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഫാത്തിമ, ഫാത്തിമ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. പടച്ചവനെ, ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുഖത്തേക്ക് തുണിയെടുത്തിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ലടോ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അനക്കമില്ലടോ. ഫാത്തിമ ഓടുകയാണ്. വാതിൽ തുറന്ന് പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്തേക്ക് ഓടി ചെല്ലുമ്പോ റൂം മുഴുവനും സുഗന്ധമാണ്. ജീവിതത്തിൽ ഒരുവരും ഒരിക്കലും അനുഭവിക്കാത്ത സുഗന്ധമാണ് വീടിന്റെ റൂമിനകത്ത്. ഭർത്താവിന്റെ മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങ് മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ, എന്തൊരു പുഞ്ചിരി എന്നറിയോ. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാര് മുഴുവനും ഓടി വരികയാണ്. എല്ലാവരും പറയുന്നു, എന്തു മരണമാല്ലാ, എന്തു മരണമാല്ലാ. അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കുളിപ്പിച്ചു. അവിടെ നിന്ന് കഫം പൊതിഞ്ഞു. പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു. ആറടി മണ്ണിനകത്തേക്ക് ഇറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. എല്ലാവരും പിടിമണ്ണ് വാരിയിടുകയാണ്. അവസാനം മയ്യത്ത് കബറടക്കി കഴിഞ്ഞപ്പോ
ഒരാളും മടങ്ങി പോകുന്നില്ല, ഒരാളും മടങ്ങി പോകുന്നില്ല. എല്ലാവരും പള്ളിയുടെ പരിസരത്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അവർ നിൽക്കുന്നതെന്നറിയോ? അവർ ചർച്ച ചെയ്യുകയാണ്. അസ്രായിലിനോട് സലാം പറഞ്ഞു, ഖുർആനിലായത്തോതി. എന്തൊരു സുഗന്ധമായിരുന്നു പടപടച്ച, എന്തൊരു സുഗന്ധമായിരുന്നു തമ്പുരാന്, എന്തൊരു മരണമാണ് തമ്പുരാന്. ഖബറടക്കാമെന്നവര് മുഴുവനും പറയുകയാണ്. അങ്ങനെ ഒരു നാട് മുഴുവനും ഒരു തീരുമാനമെടുക്കുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക്, മയ്യത്ത് കൊണ്ടുവന്ന വീട്ടിലേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു ചെല്ലുകയാണ്. ആ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, നീ സങ്കടത്തിലാണെന്നറിയാ, നീ വല്ലാത്ത വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ പ്രയാസത്തിലാണെന്നറിയാ, നീ ധൈര്യക്കുകയാണെന്നറിയാ. ഫാത്തിമ, ഈ നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് നിന്നെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ സങ്കടപ്പെടുത്താനല്ല. ഞങ്ങളെല്ലാവരും വന്നതെന്തിനെന്നറിയുമോ? ഞങ്ങളെല്ലാവരും വന്നതെന്തിനെന്നറിയോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ, ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ. ഞങ്ങൾക്ക് ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. നിന്റെ ഭർത്താവ് മരിച്ചത് അസ്രായിലിനോട് സലാം പറഞ്ഞിട്ടാണ്. വല്ലാഖിബത്തുൽ മുത്തഖീൻ, നിന്നോട് പറഞ്ഞത് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. നിന്റെ ഭർത്താവ് ശഹാദത്ത് കലിമ പറഞ്ഞു ഫാത്തിമ. എന്തൊരു പ്രകാശമായിരുന്നു, എന്തൊരു സുഗന്ധമായിരുന്നു. നിന്റെ മയ്യത്ത് കുളിപ്പിച്ചവരും പൊതിഞ്ഞവരും ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു നിന്റെ ഭർത്താവിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന്. ഫാത്തിമ, ഞങ്ങളും മരിക്കേണ്ടവരാ ഫാത്തിമ, ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ, ഞങ്ങൾക്കും ഒരു നല്ല മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാ, കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഒരു നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ പറയുകയാ, മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാള് എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് നടന്ന ഒരു മനുഷ്യര് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. മഹദി തന്നെ പറയുകയാ, ഒരിക്കൽ ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, അല്ലാഹുവേ റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹാ. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഫാത്തിമയുടെ നാവിൽ നിന്ന് വീണു അല്ലാഹുവിന്റെ പേരങ്ങ് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാണ്, എന്റെ ഭർത്താവ് കരയുകയാണ്. വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞടോ. നരകം പറഞ്ഞപ്പെടല്ല, ഖബർ പറഞ്ഞപ്പെടല്ല, മസ്സറ പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല, ഹിസാബ് പറഞ്ഞപ്പെടല്ല, മീസാൻ പറഞ്ഞപ്പെടല്ല. അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് വെളുപ്പാങ്കാലം വരെ ഇരുന്ന് കരഞ്ഞു എന്ന് പറയുമ്പോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലതു ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് എന്ന് പറഞ്ഞാ കരയുമടോ, അല്ലാഹ് എന്ന് പറഞ്ഞാ പേടിക്കുമടോ, അല്ലാഹ് എന്ന് പറഞ്ഞാ കൈകാല് വിറയ്ക്കുമടോ. അതാണ് ഒരു സത്യവിശ്വാസി എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? ഈ ചരിത്രം പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയുമോ?
ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഏത് വീട്ടിൽ വന്നതാണെന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രി ഇറങ്ങി നടക്കുമ്പോ ഉമ്മ മകളോട് പറഞ്ഞു, പാലിൽ വെള്ളം കലർത്താ. പാപവാ ഉമ്മ, തെറ്റാ ഉമ്മ, പാലിൽ വെള്ളം കലർത്തു മകളെ. ഉമർ തങ്ങൾ അറിഞ്ഞാ വെറുതെ വിടത്തില്ല. ഉമർ കാണുന്നില്ലല്ലോ, ഉമർ അറിയുന്നില്ലല്ലോ, ഉമർ ഉറങ്ങുകയാണല്ലോ. പാലിൽ വെള്ളം കലർത്താൻ പറഞ്ഞപ്പോ ഉമ്മ, അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. റബ്ബ് കാണുന്നുണ്ട് ഉമ്മ, അല്ലാഹു സാക്ഷിയാ ഉമ്മ എന്ന് പറഞ്ഞ ആ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ കുടുംബത്തിൽ ജനിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇതുകൊണ്ടാ മക്കളെ പറയുന്നത്, ദീനുള്ളതിനെ കെട്ടാറ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയായ ഫിർദൗസ് വേണോ? അല്ലാഹു പറയുകയാ, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖശീൻ. അല്ലാഹുവേ, നിന്നെ ഭയന്ന് ജീവിക്കാൻ നീ ഭാഗ്യമ തരണേ അല്ലാ.